ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. ഈ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ഗിയർ ഓയിലും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട്. തീരെ മോശമൊന്നും ആയിട്ടില്ല, പക്ഷേ ഓൾറെഡി നമുക്കത് പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നോക്കുമ്പോഴേലും വേറെ കാര്യമായിട്ടുള്ള തേയ്മാനമൊന്നുമില്ല. അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നല്ലൊരു വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ഈ ക്ലച്ച് ഡ്രമ്മിനകത്ത് അത്യാവശ്യം ഗ്രീസിൻ്റെ ഓവർ ഗ്രീസിങ് വന്നിട്ട് അതിൻ്റെ കുറച്ച് ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെയാണ് ആ ജർക്കിങ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് വാട്ടർ റോക്കോട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റോളർ ബാക്കിൽ വന്ന ആ വീലിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലച്ചിനകത്ത് ക്ലച്ച് ഷൂം നോക്കുമ്പോൾ അറിയാം ഇവിടെ ഗ്രീസിൻ്റെതായിട്ടുള്ളൊരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതുമായി ലോഡ് ചെയ്ത് പിടിക്കാത്തതാണ് ആ ജർക്കിങ് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ നമ്മൾ കൂട്ടത്തികളെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്, അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റും കൂടി കൂട്ടത്തിക്കൂടെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള്, അതിൻ്റെയൊക്കെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഓക്കെയാണ്. നിലവിൽ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓടിക്കോളും. അടുത്ത സർവീസിൽ നമുക്ക് കൂടുതൽ ടൈറ്റ് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയിടാം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, എയറൊക്കെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ തന്നെ ലിങ്ക് ബുഷ്, അതായത് ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ബുഷുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ബോൾ റൈസറിൻ്റെ പെർഫോമൻസൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി ആയാലും 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് സർവീസിൽ ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്ത് പോകണമെന്നുള്ളൂ. 12.99 വരെ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെയാണ് നമുക്ക് ഈ പ്ലഗും കൂടി ചേഞ്ച് ചെയ്തുകൊണ്ട് അതങ്ങനെ ഒരുമിച്ച് സെറ്റായിട്ടാണ് മാറേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽട്ടർ ഫോം ടൈപ്പാണ്, അത് പൊടിഞ്ഞൊടിയിട്ടുണ്ട്, അത് മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ ഓടിയിട്ടില്ല, 3000 കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി, നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം.